TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, ഫെസിലിറ്റേറ്റർ മാത്രമാണ് തങ്ങളെന്ന് DC ബുക്സ് വിശദീകരിക്കുകയാണ്. EP ജയരാജൻ ഈ വിഷയത്തിൽ പക്ഷേ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് വിശദമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാകുമോ അദ്ദേഹം പാർട്ടിയോട് പറയുക? അപ്പോഴും ഈ പുസ്തകത്തിന് പിന്നിൽ ആരാണ്, ഈ ചാപ്റ്ററുകളൊക്കെ ആരെഴുതിയതാണ്, എങ്ങനെയാണ് DCക്ക് ലഭിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെയും ബാക്കിയാവുകയാണ്. വിനീത, അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം EP ജയരാജൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയാണ്. നാളെ രാവിലെ 7 മണിക്ക് ഇതിനായി തിരുവനന്തപുരത്ത് EP ജയരാജൻ എത്തിച്ചേരും. പാർട്ടിക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് വിശദീകരിക്കും എന്നാണ് EP ജയരാജന്റെ നിലപാട്. തനിക്ക് ഒന്നും മറച്ചു വയ്ക്കാനില്ല, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈ പാർട്ടിയുടെ മുന്നിൽ പറയുക എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം എന്ന നിലപാടുമായി തന്നെയാണ് താൻ മുന്നോട്ട് പോകുന്നതും എന്ന നിലപാടാണ് EP സ്വീകരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു ശേഷം EP ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല. അതേസമയം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇന്നലെ വലിയ വിവാദമായി EP ജയരാജൻ എന്ന പേരിലുള്ള ആത്മകഥ പുറത്ത് ഇറങ്ങുകയും ചെയ്തത്. അത് വലിയ പ്രതിസന്ധിയാണ് പാർട്ടിയെ കൊണ്ടെത്തിച്ചത്. ഒടുവിൽ EP ജയരാജൻ തന്നെ പരസ്യമായി പറയുന്ന ഒരു ഘട്ടം വരെ എത്തി. അതായത് ഇത് തന്റേതല്ല, തന്റെ കാര്യങ്ങളല്ല അതിൽ പുറത്തു വന്നത്, ഇതിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. അങ്ങനെയാണ് ഇന്നലെ DGPക്ക് പരാതി നൽകിയത്. DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാതെയുള്ള ഒരു പ്രാഥമിക അന്വേഷണത്തിനാണ് പോലീസ് തുടക്കം കുറിക്കുന്നത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കാണ് ചുമതല. അതുകൊണ്ട് തന്നെ ആ പ്രാഥമിക അന്വേഷണത്തിൽ എന്താണോ ബോധ്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. അതിനിടെ ഈ പറയുന്ന ഇന്നലെ നടന്ന സംഭവങ്ങൾ ഗൂഢാലോചന തന്നെയാണ് എന്ന നിലപാടുമായിട്ടാണ് EP ജയരാജൻ ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. താനിങ്ങനെ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, പക്ഷേ ഈ പുറത്തു വന്ന കാര്യങ്ങളുമായി തനിക്ക് ഒരു ബന്ധവുമില്ല, അതിപ്പോഴും എഴുതി തീരുന്നതേ ഉള്ളൂ. ആർക്കും പ്രസാധനം ചെയ്യാൻ താൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. മാതൃഭൂമിയുമായും DCയുമായൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആർക്കും അങ്ങനെ ഒരു ചുമതല കൊടുത്തിട്ടില്ല എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് EP ജയരാജൻ ഇന്നും ഉറച്ചു നിൽക്കുന്നത്. അതിനിടെ ചെറിയൊരു പ്രതികരണവുമായി രവി DC രംഗത്തെത്തിയിട്ടുണ്ട്. രവി DC പറയുന്നത് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല, പറയാനുള്ളതെല്ലാം സാമൂഹിക മാധ്യമം വഴി പങ്കുവച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരെ വലിയ ബഹുമാനമാണെന്നുമാണ് രവി DC പറയുന്നത്. ചുരുക്കത്തിൽ ഈ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് ഏതായാലും EP ജയരാജൻ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോൾ ആത്മകഥാ വിവാദത്തിൽ അദ്ദേഹം വിശദീകരണം നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷ.